ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരായിരം നന്ദിയുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണണമെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നേഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു ഡൗട്ടും കാര്യങ്ങളോ എന്തും നിങ്ങൾക്ക് എന്നോട് മെസ്സേജ് അയച്ച് ചോദിക്കാം. ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ UAയിലെ. അപ്പോൾ കുറേ പേര് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹോം ഹെൽത്ത് കെയറിനെ കുറിച്ചിട്ടുള്ളത്. ഹോം ഹെൽത്ത് കെയറിൽ ജോലി കിട്ടുമോ, ഫ്രഷേഴ്സിന് ഹോം ഹെൽത്ത് കെയറിൽ ജോലി കിട്ടുമോ, അങ്ങനത്തെ കാര്യം. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽസ് വൈസ് കുറേ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇപ്പോഴും കുറേ വീഡിയോസിൻ്റെ അണ്ടറിൽ ഹോം കെയറിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഓൾറെഡി അതിനെക്കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്രഷേഴ്സിന് ഇപ്പോൾ ഹോം കെയറിൽ നിലവിൽ ഇപ്പം എടുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. എന്നിരുന്നാൽ പോലും ഫ്രഷേഴ്സിന് പല സ്ഥലങ്ങളിലും BSc നഴ്സിംഗ് ആണെങ്കിൽ നാട്ടിലൊരു നല്ല എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ചാൻസ് ഉണ്ട്, അവരെടുക്കുന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഹോം കെയറിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഹോം കെയറിനെ കുറിച്ചിട്ട് ഞാൻ എന്താക്കുന്നുണ്ട്, ഡീറ്റെയിൽസ് വൈസ് പറയുന്നുണ്ട്. എന്തായിരുന്നു ഹോം കെയർ, വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന, നമ്മുടെ എന്തൊരു സർവീസും വീട്ടുകളിൽ പോയി ചെയ്തു കൊടുക്കുന്നതാണെന്നുള്ളത്. ANMസിനെ ചോദിക്കുന്നുണ്ട്. ANM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് +2 കഴിഞ്ഞിട്ട് 2 ഇയർ ഒരു കംപ്ലീറ്റ് ആവുന്ന ഒരു കോഴ്സാണല്ലോ ANM എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കും ചാൻസ് ഉണ്ട്. പക്ഷെ ഇപ്പോൾ വിത്തൗട്ട് ലൈസൻസിലൊന്നും അധികം ആൾക്കാരെ എടുത്തു വരുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതർ നാഷണാലിറ്റികൾക്കാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അതായത് അതർ നാഷണാലിറ്റി എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇന്ത്യൻ അല്ലാത്ത നാഷണാലിറ്റികൾക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ പേര് ഇവിടെ വന്നിട്ട് എന്താക്കുന്നുണ്ട്, ആ ഒരു ഹോം കെയറിൽ തന്നെ കുറേ നാൾ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പ്രീവിയസ് തന്നെ ഇവിടുത്തെ ഹോം കെയറിലെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെയാണ് മുൻഗണന കൊടുക്കുന്നതും. അതായത് നമ്മളിപ്പോൾ ഹോം കെയറിൽ പോയിട്ട് ഒരു വിത്തൗട്ട് ഒരു എക്സ്പീരിയൻസും ഇല്ലാണ്ട് നാട്ടിലൊരു എക്സ്പീരിയൻസ് വന്നിട്ട് ഇങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയിരിക്കും ഹോം കെയറുമായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. എസ്പെഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നത്, ANMs അല്ലാത്ത രജിസ്റ്റേർഡ് നേഴ്സും പിന്നെ GNMസിനൊക്കെ നമ്മളെന്ന് നാട്ടിലെന്താ എക്സ്പീരിയൻസ് ഉള്ളത്, നമ്മൾ ഹോസ്പിറ്റലിൽ ഇപ്പോൾ വാർഡാണ്, ICU ആണ്, അങ്ങനെ. അപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ഹോം കെയർ ടേക്കർ എന്നുള്ള റോളൊന്നും GNMസോ BScക്കാരോ അങ്ങനെയൊന്നും അവരൊന്നും പോവാറില്ല. അല്ലാത്ത ആൾക്കാർ, അങ്ങനത്തെ ആൾക്കാരെയാണ് പോകുന്നത്. അതും നമ്മുടെ അവിടെ ഒന്നും അധികം കണ്ടുവരുന്ന ഇപ്പോൾ ഉണ്ട് നിലവിൽ. പക്ഷെ പണ്ടൊന്നും അധികം ഹോം കെയർ എന്ന് പറഞ്ഞ സർവീസ് അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പോൾ ചില ഇടങ്ങളിലൊക്കെ നാട്ടിലാണെങ്കിലും ഹോം കെയർ സർവീസുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ഇരിക്കുന്ന പെട്ടെന്ന് നിങ്ങൾ ഇവിടെ കയറി വന്നിട്ട് നിങ്ങൾ ഹോം കെയറിലേക്ക് കയറുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ട് വേണം കയറാനായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഒന്നാമത് നമ്മുടെ കൺട്രി അല്ല, പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാംഗ്വേജ് അല്ല. ഈ ഹോം കെയറിലുള്ള പേഷ്യൻസും അധികവും തന്നെ ഇവിടുത്തെ ആൾക്കാരാണ്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ നാഷണാലിറ്റികളാണ്. അവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അറബിക് ലാംഗ്വേജ് ആണ്. പിന്നെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ അവർ മോറായിട്ട് എക്സ്പെക്ട് ചെയ്യും നമ്മുടെ കയ്യിൽ നിന്ന് അവർക്ക് ഹെൽത്ത് സർവീസ് ചെയ്തു കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഹോസ്പിറ്റലിലെ കമ്പയർ ചെയ്യുമ്പോൾ ഹോം കെയർ വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും ഹോം കെയറിന് ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രമേൽ അത് എന്താകുന്നുണ്ട്, അത് നിങ്ങൾ ചെയ്യും എന്നുള്ള ഒരു കോൺഫിഡൻറ്റ് ഉണ്ട്, അല്ല കുഴപ്പമില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം എന്താക്കുക, ഹോം കെയർ ജോലി ചൂസ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യാം, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിൽ പോയിട്ട് അവർക്ക് എന്ത് ചെയ്യുന്നു, എല്ലാ കെയറും ചെയ്തു കൊടുക്കുന്നു. അവരുടെ ഡിമാൻഡ് അനുസരിച്ചിട്ട് അവർ പറയുന്നത് ഇങ്ങനെ ചെയ്യുക, അങ്ങനെ ചെയ്യും. പിന്നെ നമുക്കൊരു ഫ്രീഡം കിട്ടത്തില്ല. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവർ പറയുന്നത് മൊത്തം ചെയ്യണം. നമുക്കൊരു റെസ്റ്റോ കാര്യങ്ങളോ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടില്ല. നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയല്ല, ചോദിച്ചു മേടിക്കണം. ചില നാഷണാലിറ്റിയുള്ള ചില ആൾക്കാരൊക്കെ നല്ല വീട്ടുകാർ നല്ലതായിരിക്കും, അവർ നമുക്ക് നല്ല സപ്പോർട്ടീവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷേ ഓൾമോസ്റ്റ് ഒരു 50-50 പോലെയാണ് ഓൾമോസ്റ്റും. ഞാൻ ഓൾറെഡി ഹോം കെയറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവിടുത്തെ അറിയാം. ഞാൻ പോയ കുറേ വീടുകളിൽ എനിക്ക് ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പല സ്ഥലത്തും പോയിട്ട് കരഞ്ഞിട്ടുണ്ട് അവരുടെ വീട്ടുകാരുടെ ബിഹേവിയർ കണ്ടിട്ട് കേട്ടോ. അപ്പം അങ്ങനത്തെ ആറ്റിറ്റ്യൂഡുള്ള ഒരു വീട്ടുകാരും കാര്യങ്ങളും പേഷ്യൻസ് ആണ് എങ്കിൽ പോലും നമുക്ക് കോപ്പറേറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസ് അല്ലായിരിക്കും. പിന്നെ ബെഡ് ആയിട്ടുള്ളതും പിന്നെ ഓർമ്മ പോയിട്ടുള്ള അങ്ങനത്തെയൊക്കെ അല്ലേ, അങ്ങനത്തെ പേഷ്യൻസും പിന്നെ ഭയങ്കര ഓൾഡഡ് ആയിട്ടുള്ള ബെഡിഡനായിട്ടുള്ള പേഷ്യൻസും ഒക്കെ അവർ മോറായിട്ട് എക്സ്പെക്ട് ചെയ്യും. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മീൻസ് പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഒരു ചെറുത് നമ്മളിത് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർ ഒരുപാട് നമ്മൾ ഷൗട്ട് ചെയ്യും. അങ്ങനത്തെ ഒക്കെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അപ്പം എപ്പോഴും അവർ നമ്മളെ ബുക്ക് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവർക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു സർവീസ് തന്നെ വേണ്ടി വരും. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവർ അപ്പം തന്നെ അത് കൺസേൺ ആയിട്ടുള്ള ഹോം കെയർ സെന്ററിലേക്ക് വിളിക്കും. എന്നിട്ട് നമ്മളെക്കുറിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കും. അതുപോലെ തന്നെയാണ് ചൈൽഡ് കെയറിന് പോകുന്നതും. ഞാൻ പറഞ്ഞല്ലോ, ഇൻഫാൻ്റ് ആൻഡ് പീഡിയാട്രിക് അങ്ങനത്തെ നമ്മൾ ബേബി സിറ്റിങ്ങിന് പോകുന്നുള്ള
ഉള്ളത്, അതിന് നമ്മളെ ഹോം കെയറിന് വിടും. അപ്പൊ അവിടെ പോയി കഴിഞ്ഞാലും ഇത് തന്നെയാണ്. പിള്ളേര് അറിയാലോ, ഒതുങ്ങിയിരിക്കത്തില്ല. അല്ലെങ്കിൽ ചില പിള്ളേർക്ക് എന്താ പറയുക, ഇപ്പോൾ ഓൾമോസ്റ്റും പിള്ളേർക്ക് സിക്കായിട്ടുള്ള പിള്ളേരെ അധികം നമുക്ക് കിട്ടാറില്ല. അത്രയും എഫിഷ്യന്റ് ആയി എക്സ്പീരിയൻസ് ഉള്ളവരെ അങ്ങനത്തെ ഇതിലേക്കൊക്കെ വിടാറുള്ളൂ. എന്നിരുന്നാൽ പോലും ഇപ്പൊ പിള്ളേർക്ക് വീട്ടുകാർ ഇപ്പൊ എവിടെയെങ്കിലും പോവുകയാണ് പിള്ളേരെ നോക്കണമെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. അവർ ഒതുങ്ങിയിരിക്കത്തില്ല, ചിലപ്പോൾ ഭക്ഷണം കഴിക്കത്തില്ല. അപ്പൊ അതിനൊക്കെ ചിലപ്പോൾ കഴിച്ചില്ലെങ്കിൽ നമുക്ക് അത്രയും നിർബന്ധിച്ച് ഇതാക്കാനോ ഒന്നും പറ്റില്ല. മാക്സിമം നമുക്ക് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. പക്ഷെ അവർ വന്നു കഴിയുമ്പോൾ നമ്മളെന്ത് ചെയ്യും, നമ്മളെ ഷൗട്ട് ചെയ്യും, നമ്മളിതാക്കും, നമ്മൾ ചീത്ത പറയും, ഇതൊക്കെ ചെയ്യും. പക്ഷെ അവർക്ക് അതിനുള്ള റൈറ്റ്സ് ഒന്നുമില്ല, നമുക്ക് തിരിച്ചു പറയാം. പക്ഷെ നമ്മളെ മൺസ് തിരിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് എന്ത് ചെയ്യും, കംപ്ലൈന്റ് ആക്കും, നമ്മുടെ സർവീസ് പോരാ, അങ്ങനെ ഇങ്ങനെ കറങ്ങി തിരിച്ച് നമ്മുടെ തലയിൽ വരും. ഇതൊക്കെയാണ് ഹോം കെയറിലെ ഒരു വലിയ ഇഷ്യൂസ് എന്ന് പറയുന്നത് കേട്ടോ. എല്ലാവർക്കും തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ നമ്മൾ അതുമായിട്ടൊന്ന് ഒരു 2-3 മാസമൊക്കെ പോയി ഒരു ഇതിൽ ഒരു ഐഡിയയും കാര്യങ്ങളും കിട്ടിക്കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഇതിലേക്ക് പോയിട്ട് വീട്ടിൽ പോയി ചെയ്ത് കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഒരു വീട്ടിൽ പോയിട്ട് അവരുടെ ഇടയിൽ അവരുടെ ഫാമിലീസ് വരുന്നു, അവരുടെ ആൾക്കാർ ഇതാവുന്നു, പിന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുക, നമുക്ക് ഒരു ഫ്രീഡവും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ട് ഹോം കെയർ ഒക്കെ ചൂസ് ചെയ്യുക. സാലറി ബേസ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ BSCക്കൊക്കെ നല്ലൊരു സാലറി ബേസ് ഹോം കെയറിലും നല്ല അത്യാവശ്യം സാലറി ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക്. ഫ്രഷേഴ്സിനാണെങ്കിലും അവർ സ്റ്റാർട്ടിങ് ഒരു നല്ല സാലറി തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെ തന്നെ കംപ്ലൈൻസുകളും കാര്യങ്ങളും എഗനിസ്റ്റ് ആയിട്ട് നമുക്ക് തന്നെ വരും. നമ്മളിപ്പോൾ എത്രയൊക്കെ ചെയ്തു കൊടുത്താലും ഇപ്പോൾ പിറ്റേ ദിവസം പോയിട്ട് എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലും അത് നമുക്കാവും. അപ്പൊ നമ്മൾ അത്രയും ചെയ്യുന്നത് ഒരു ഇതുണ്ടാവില്ല. പിന്നെ ഞാൻ ഓൾറെഡി ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ബ്ലഡ് കളക്ഷൻ, IV, അതുപോലെ തന്നെ ഇഞ്ചക്ഷൻസ്, അങ്ങനത്തെ സർവീസ് അതിലും ഇതുപോലെ തന്നെയാണ് ഉള്ളത്. ക്യാനിലൊക്കെ നമ്മൾ ഒറ്റ പ്രിക്കിൽ തന്നെ അവർക്ക് ഇടണം, ഇട്ടിട്ടില്ലെങ്കിൽ അവരുടെ സ്വഭാവം മാറും. അപ്പൊ ഇതൊക്കെയാണ് ഹോം കെയറിനെ കുറിച്ചിട്ടുള്ള ഒരു അതിന്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ ഈ ഹോം കെയർ ജോലി ഉണ്ടോ, അവിടെ കിട്ടുമോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് കിട്ടും, പക്ഷെ നിങ്ങൾ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യുക, ട്രൈ ചെയ്യാനായിട്ട്. നിങ്ങൾ അത്രമേൽ കോൺഫിഡൻ്റ് ആണെങ്കിൽ മാത്രം ഇങ്ങനത്തെയൊക്കെ ജോലികൾ ചൂസ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലതും ഉണ്ട് ചീത്തയും ഉണ്ട്, പക്ഷെ അധികം ചീത്തയാണ് വരുന്നത് അവിടെ പോയി ചെയ്തു കൊടുക്കുന്നത് കൊണ്ട് തന്നെ കേട്ടോ. വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം, ഞാൻ നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. മോർ റിലേറ്റഡ് ആയിട്ടുള്ള ഹോം കെയറിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു, ബൈ.